ദ ജേർണലിസ്റ്റിലേക്ക്. അങ്ങനെ ഇറാനെ ഇപ്പോൾ തീർക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിത്തിരിച്ച അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ കഴിഞ്ഞ ദിവസത്തെ അതിശക്തമായ തിരിച്ചടികളെ തുടർന്ന് ഇപ്പോൾ യുദ്ധം നിർത്തുകയാണ് എന്ന് പറഞ്ഞ് പിന്മാറിയിരിക്കുകയാണ്. 100 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് യുദ്ധം ഇപ്പോൾ നിർത്തുകയാണ് എന്ന നിർണായകമായ തീരുമാനത്തിലേക്ക് അമേരിക്ക ആദ്യം എത്തുന്നത്. അതിലേക്ക് ഇപ്പോൾ ഇസ്രായേലിനെയും എത്തിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, സമാധാനപരമായി മുന്നോട്ട് പോയിരുന്ന പശ്ചിമേഷ്യയെ കഴിഞ്ഞ 100 ദിവസമായി ആശങ്കയുടെയും ദുരിതത്തിൻ്റെയും കയത്തിലേക്ക് തള്ളിവിട്ട അമേരിക്കയും ഇസ്രായേലും ചെയ്തതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു പശ്ചിമേഷ്യ. ഇറാൻ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ആക്രമണങ്ങൾ നിർത്തി അവരവരുടെ മേഖലകളിലേക്ക് ചുരുങ്ങുന്നു. ഗൾഫ് മേഖല ഉൾപ്പെടെ ഒരു ഉണർവിലേക്ക് പോകുന്നതിൻ്റെ സകല അടയാളങ്ങളും പ്രകടമാകുന്നു. അങ്ങനെ മൊത്തത്തിൽ യാതൊരു കുഴപ്പവുമില്ലാതെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് ശേഷം പശ്ചിമേഷ്യ സമാധാനപരമായ ഒരു ഉണർവിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് പൊടുന്നനെ ഇസ്രായേലിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തീരുമാനിക്കുന്നത്. അന്നു തന്നെ ഇറാൻ പറഞ്ഞതാണ്, ഞങ്ങളെ തൊട്ടാൽ വിവരം അറിയും, ഞങ്ങൾക്കരികിലേക്ക് നിങ്ങൾ അനാവശ്യമായി പാഞ്ഞെടുത്താൽ, ഞങ്ങളുടെ പരമാധികാരത്തിനുള്ളിൽ കടന്നു കയറിയാൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും, പ്രാദേശിക യുദ്ധമായി ഇത് വളരും എന്ന് മാത്രമല്ല, ഈ യുദ്ധം തുടങ്ങുന്നവർക്ക് അത് നിർത്താൻ കഴിയില്ല, ഞങ്ങളായിരിക്കും എപ്പോൾ യുദ്ധം അവസാനിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്ന നിലയിലേക്ക് പോലും ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷെ ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് വില കുറച്ച് കണ്ട് മുന്നോട്ട് പോയതിൻ്റെ തിക്തഫലമാണ് ഈ 100ാം നാൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുഭവിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു തിരിച്ചടി ഒരു അമേരിക്കൻ പ്രസിഡന്റിനും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇസ്രായേലിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇത്തരത്തിലൊരു പ്രഹരം ഇതിനു മുമ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടാകില്ല. കാരണം അത്രമേൽ ഷാർപ്പായിരുന്നു ഇറാന്റെ നീക്കങ്ങൾ. ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് 5 രാജ്യങ്ങളുടെ സമ്മർദ്ദം തനിക്കുമേൽ ശക്തമായി ഉണ്ടായിരുന്നു എന്നാണ്. ഏതാണ് ആ രാജ്യങ്ങൾ എന്ന് ട്രംപ് പറയുന്നില്ല. പക്ഷേ 5 രാജ്യങ്ങൾ, തനിക്ക് ഒഴിവാക്കാൻ കഴിയാത്ത 5 രാജ്യങ്ങൾ ശക്തമായി തനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ താൻ തുടങ്ങിയത്. നെതന്യാഹുവുമായി കുറേ നേരം സംസാരിച്ചു. നെതന്യാഹുവിനോട് യുദ്ധം നിർത്താൻ വേണ്ടി കടുത്ത സമ്മർദ്ദം ചെലുത്തി. അതിനുശേഷം ഏറ്റവും ഒടുവിൽ നെതന്യാഹു അത് അംഗീകരിക്കുകയായിരുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. അതായത് ഇറാനിൽ ഒരു ഭരണമാറ്റം, ഇറാന്റെ ആണവശേഷി നിർവീര്യമാക്കൽ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണം നിർത്തിവെക്കൽ, ഇറാന്റെ ന്യൂക്ലിയർ എനർജി, അതായത് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് തങ്ങൾ സ്വന്തമാക്കൽ, അവിടെ ഒരു വലിയ ഭരണമാറ്റവും, ഹോർമുസ് കടലിന് ട്രംപിന്റെ പേരിടലും, ഇങ്ങനെയൊക്കെയുള്ള കുറേ യുദ്ധലക്ഷ്യങ്ങളുമായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് 100ാം ദിവസം ഇറാന്റെ അടി തലമണ്ടയ്ക്ക് തന്നെ കിട്ടിയെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ ഇപ്പോൾ ഒത്തുതീർപ്പുകളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് വേണ്ടി ഇറാൻ പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇറാൻ ഇപ്പോഴും പറയുന്നത്, ഞങ്ങളെ തൊട്ടാൽ നിങ്ങൾ വിവരം അറിയും, ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രോക്സി ഗ്രൂപ്പുകളെ, അതായത് ഹിസ്ബുള്ള, ഹൂത്തികളൊക്കെ അടങ്ങുന്ന ഇറാന്റെ ഏതെങ്കിലും പ്രോക്സി ഗ്രൂപ്പുകളെ, അല്ലെങ്കിൽ ഞങ്ങളോട് അനുകൂലിക്കുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ യുദ്ധം അവരിലേക്ക് നടത്തുകയാണെങ്കിൽ ആ നിമിഷം ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്നു തന്നെയാണ് ഇറാൻ ഇപ്പോഴും പറയുന്നത്. അതായത് ഇനി ലെബനനെ തൊട്ടാൽ വിവരം അറിയും എന്ന് കൃത്യമായി ഇറാൻ പറയുകയാണ്. ഇസ്രായേൽ ആകട്ടെ, ഇപ്പോൾ വെടിനിർത്തൽ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ലെബനാനെ ഇനി ഒരിക്കലും ആക്രമിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, എന്നാൽ മനസ്സില്ലാ മനസ്സോടെ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. ഇവിടെ ജയിച്ചത് ആരാണ്, ആർക്കാണ് നേട്ടമുണ്ടായത്, അല്ലെങ്കിൽ ആരുടെ ഭാഗത്തായിരുന്നു ശരി, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത്, ഇറാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരെന്താണോ പറഞ്ഞത് അതുതന്നെയാണ് സംഭവിക്കുന്നത്. അവർ പറഞ്ഞ വഴിയിലേക്കാണ് നെതന്യാഹുവും ട്രംപും ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇറാൻ പേടിച്ചു പിന്മാറിയെന്ന്. അങ്ങനെ ഒരിടത്തും ഇറാൻ പറഞ്ഞിട്ടില്ല.
ഇറാൻ പിന്മാറി എന്ന് പറയുന്നത് കൃത്യമായൊരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾക്ക് നേരെയോ ഞങ്ങളുടെ സഹായികൾക്ക് നേരെയോ, അതായത് ലെബനനിലെ ഹിസ്ബുള്ള അടക്കമുള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെയോ ഒരാക്രമണവും ഇനി ഉണ്ടാകരുത്, അങ്ങനെ ഉണ്ടാകില്ല എന്ന ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ പിന്മാറുന്നത്. ഇത് ഇറാൻ നേരത്തെ മുതൽ തന്നെ പറയുന്ന കാര്യമാണ്. അതായത് ഞങ്ങൾക്ക് നേരെ അനാവശ്യമായി നിങ്ങൾ വരാതിരുന്നാൽ ഞങ്ങളും ആക്രമിക്കില്ല, പക്ഷെ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങളോട്ട് വിടാനും പോകുന്നില്ല. ഇതാണ് ഇറാൻ ഈ യുദ്ധം തുടങ്ങുന്ന നാൾ മുതൽ 100 ദിവസം മുമ്പ് മുതൽ തന്നെ പറയുന്ന കാര്യം. ഇറാൻ ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ശബ്ദത്തിന് മാറ്റം വന്നത്, വാദങ്ങൾക്ക് മാറ്റം വന്നത്, നിലപാടുകളിൽ നിന്ന് മാറി മറിഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമാണ്. ഇറാന്റെ ഭരണമാറ്റം കാണാതെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞ ട്രംപ് ഒരൊറ്റ യുദ്ധ ലക്ഷ്യം പോലും നേടാതെ ഹോർമൂസ് കടലിടുക്ക് വഴി ഒരൊറ്റ കപ്പലുകളെയും അമേരിക്കൻ പടക്കപ്പലുകളുടെ പിന്തുണയോടെ എസ്കോർട്ടോട് കൂടി കടത്തിവിടാൻ കഴിയാതെ മറ്റ് രാജ്യങ്ങളുടെ പകയോടുകൂടിയുള്ള പഴി കേട്ട് ഭയന്ന് കടുത്ത സമ്മർദ്ദത്തിന് വിധേയനായി ദാ ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്. പറഞ്ഞ വാക്കുകൾ, വീരവാദങ്ങൾ, അവകാശവാദങ്ങൾ, ഭീഷണികൾ എല്ലാം ട്രംപിന് വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു. ട്രംപ് 5 രാജ്യങ്ങളുമായി നടത്തിയ ചർച്ചയിൽ പറയുന്ന ചില കാര്യങ്ങൾ അത് വല്ലാത്ത പ്രത്യേകതയുള്ള കാര്യങ്ങളാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഈ പശ്ചിമേഷ്യയിൽ നിരന്തരമായ സമാധാനത്തിനൊരു ബൃഹത്തായ പദ്ധതി വേണമെന്നാണ്. അതായത് പശ്ചിമേഷ്യയുടെ സമാധാനം കളഞ്ഞുകുളിച്ച് വെറുതെ ഇരുന്ന് ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിച്ച് പ്രത്യാക്രമണം അതിരൂക്ഷമായപ്പോൾ സമാധാനത്തിൻ്റെ പാത വേണമെന്ന് പറയുന്ന ട്രംപിനെയൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ള ചോദ്യം വീണ്ടും ശക്തമായി ഉയരുകയാണ്. ട്രംപ് പറയുന്നു കുറെ കൂടി സമാധാനം വേണം എന്ന അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നത് എന്ന് മാത്രവുമല്ല, നിരന്തരമായി മേഖലയിൽ സൈനിക നീക്കവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു സാഹചര്യവുമല്ല, യാഥാർത്ഥ്യമാണ്. ഇനിയും ഇങ്ങനെ സൈനിക നീക്കവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ത്രാണി അമേരിക്കയ്ക്കില്ല. അങ്ങനെ സൈനിക നീക്കവുമായിട്ട് മുന്നോട്ട് പോയാൽ അമേരിക്കയ്ക്ക് നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. സാമ്പത്തികമായും സായുധമായും വലിയ തകർച്ചയുണ്ടാകും. എന്ന് മാത്രമല്ല, അമേരിക്കൻ സെനറ്റിൽ ഈ യുദ്ധം നടത്തണമെങ്കിൽ US കോൺഗ്രസിൻ്റെ അനുമതി വേണമെന്ന ഒരു പുതിയ നിയമം, അതിൻ്റെ ബില്ല് പാസ്സാവാൻ വേണ്ടി കിടക്കുകയാണ്. ഇത് പാസ്സാവുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ട്രംപിൻ്റെ പാർട്ടിക്കാർ പോലും ട്രംപിനെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? യുദ്ധം ചെയ്യാൻ ട്രംപിന് കഴിയാതെ വരും. അപ്പോൾ ഇപ്പോൾ ഡിപ്ലോയ് ചെയ്ത സൈന്യത്തെ മുഴുവൻ പിൻവലിക്കേണ്ടി വരും. അതാണ് ട്രംപ് കാണാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം, അല്ലെങ്കിൽ ട്രംപ് മുന്നിൽ കാണുന്ന ഏറ്റവും ഭയാനകമായ തിരിച്ചടി ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അത് സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെയാണ്. ട്രംപ് അങ്ങനെ ഒരു സെനറ്റിൽ ആ ബില്ല് പാസ്സാക്കിയാൽ, ആ നിയമം പാസ്സാക്കിയാൽ ട്രംപിന് ഒറ്റയ്ക്ക് യുദ്ധവിഷയങ്ങളിൽ ഏകപക്ഷീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. US കോൺഗ്രസിൻ്റെ അനുമതി ഇല്ലാതെ ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ട്രംപിന് ഈ സൈന്യത്തെ മുഴുവൻ പിൻവലിക്കേണ്ടി വരും, യുദ്ധം ചെയ്യാൻ കഴിയാതെ വരും. അത് ഇറാന് വലിയ നേട്ടമാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ കാരണമാണ് യുദ്ധം അവസാനിക്കുന്നത് എന്ന് വരുത്താൻ വേണ്ടി ട്രംപ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് ഏറാണ് ഇപ്പോൾ ഈ കാണുന്ന ചടങ്ങുകളെല്ലാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഇടപാടുകളെല്ലാം എന്ന് പറയേണ്ടി വരും. നെതന്യാഹുവിനെയും പിണക്കാൻ കഴിയില്ല. പക്ഷേ നെതന്യാഹു യുദ്ധം ചെയ്താൽ അതിൻ്റെ പ്രത്യാക്രമണം, അതിൻ്റെ തിരിച്ചടി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമായിരിക്കും കിട്ടുക. അത് ഒരിക്കലും ഇനി ട്രംപിന് താങ്ങാൻ കഴിയില്ല. കാരണം സൈനിക കേന്ദ്രങ്ങളിൽ വലിയ നാശമുണ്ടാകുന്നു. അതുപോലെ തന്നെ പടക്കപ്പലുകൾക്ക് നേരെ നിരന്തരമായ ആക്രമണങ്ങൾ നടക്കുന്നു. ബാബൽ മന്ദബ് കടലിടുക്ക്, സൂയസ് കനാൽ ഒക്കെ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ പ്രതിസന്ധിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 5 രാജ്യങ്ങൾ തനിക്ക് വലിയ സമ്മർദ്ദം നൽകി എന്ന് പറയുന്നത് GCC രാജ്യങ്ങളായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി ഇറാനിലുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തും കുവൈറ്റും ഖത്തറും സൗദിയും, അങ്ങനെ 5 രാജ്യങ്ങൾ ഇപ്പോൾ തന്നെ ഇറാനുമായി പല വിധത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം ഏറ്റവും അധികം ബാധിക്കുന്ന മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട 4 ഗൾഫ് രാജ്യങ്ങൾ, അതായത് ഈജിപ്റ്റ്, ഖത്തർ, കുവൈറ്റ്, സൗദി, പിന്നെ മറ്റ് ചില രാജ്യങ്ങളും ഒക്കെ ചേർന്ന് വലിയ സമ്മർദ്ദം ട്രംപിന് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴുണ്ടായ ഈ ഒരു പിന്മാറ്റം അത് ഏകപക്ഷീയമായിട്ടുള്ള, അല്ലെങ്കിൽ ട്രംപിന് ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയൊന്നുമില്ല, മറിച്ച് ശക്തമായി തിരിച്ചടി കിട്ടിയതിനെ തുടർന്നാണ്. എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രത്തിന് സമീപം വരെ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മിസൈലുകൾ വന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്.
ഇസ്രായേലിനുള്ളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന വിധത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം, ഇത് നമ്മുടെ ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഇനിയും തുടരാൻ കഴിയില്ല എന്നതുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കുന്ന തീരുമാനമെടുക്കുന്നതിൽ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ഇല്ലാതാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇറാന്റെ തിരിച്ചടിയും പ്രതിരോധവും കണ്ട് സ്വയം മാളത്തിലേക്ക് തലവലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അല്ലാതെ ഇറാൻ ഭയന്നു അല്ലെങ്കിൽ ഇറാൻ പിന്മാറി അതുകൊണ്ട് മറ്റുള്ളവർ പിന്മാറി എന്നുള്ള നെറേറ്റീവുകളൊക്കെ വ്യാജമാണ് എന്ന് പറയേണ്ടി വരും.